ഒരു സങ്കടമായ വാർത്ത വെള്ളിയാഴ്ച നടന്നിരിക്കുകയാണ്. അഭിറാം എന്ന് വിളിക്കുന്ന അപ്പുക്കുട്ടൻ 4 വയസ്സ് പ്രായം കോന്നിയിൽ ആനക്കൂട് കാണാനായിട്ട് പോവുകയും അവിടെ എല്ലാ പ്രതിമകളും എല്ലാം കണ്ടതിന് ശേഷം ആനക്കൂട് കാണാനായിട്ട് കയറി. ഈ കുട്ടി തന്നെ പറഞ്ഞ് പ്രതിമകളെല്ലാം കണ്ട് അതിനുശേഷം അമ്മയോട് പറഞ്ഞ് അമ്മ ആനക്കൂട് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ആനക്കൂട് കാണാനായിട്ട് പോയി. അതിനിടയിൽ വെച്ചിട്ട് അവിടെ വരിവരിയായി തൂണുകൾ നിരത്തി കുഴിച്ച് വെച്ചിരുന്നു. അതിൽ ചെന്ന് ഈ കുട്ടി ഫോട്ടോ പോസ് ചെയ്യാനായിട്ട് നിൽക്കുകയും ഈ കുട്ടിയെ നിൽക്കാൻ പറഞ്ഞ് കുട്ടി ചെന്ന് നിന്നിട്ടുണ്ട്. ഇനി തൂണ് കെട്ടിപ്പിടിച്ചോ എങ്ങനെയെന്ന് അറിയാൻ വയ്യ, അതോ ഇനി ചെന്ന് തൊട്ടതേ ഉള്ളൂ. തൂണ് വന്ന് ഈ കുട്ടിയുടെ മണ്ടയിൽ വന്നങ്ങ് വീണ് കുട്ടി മലന്ന് വീഴുകയും ഈ തൂണ് വന്ന് മണ്ടയിൽ വീണ് അപ്പോഴത്തന്നെ തലയൊക്കെ പൊട്ടി രക്തം വാർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മയുടെ കൺമുന്നിലാണ് ഇത് നടക്കുന്നത്. ഈ അമ്മ ചെന്ന് ഈ തൂണ് വീണതിന് ശേഷം ഈ കുട്ടിയെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എടുക്കണം. അപ്പോഴവിടെ നിന്നും കൊണ്ട് ബാക്കിയുള്ളവർ അവരെ കൂട്ടത്തിൽ ഒരുപാട് പേര് വന്നായിരുന്നു. അവർ പല വഴിക്ക് നിൽക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അഭിരാമിൻ്റെ അമ്മ തന്നെ വന്ന് തൂണിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കണമെന്ന ആ അവസ്ഥയൊക്കെ ഒരു വല്ലാത്ത. ആ ചെരുപ്പുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. കള്ളറടിച്ച തൂണ് ഇങ്ങനെ വരിവരിയാ വെച്ചിട്ടുണ്ട്. അത് ഈ തൂണെന്ന് പറഞ്ഞ തൊട്ട് വിരട്ടി വെച്ചിരിക്കുന്നു. 10 വർഷം കൊണ്ടായെന്ന് ഈ തൂണിങ്ങനെ വരിവരിയാ കുഴിച്ചിട്ടിട്ട്. ആ തൂണ് ഒന്നുകിൽ ഇവർക്ക് എന്തോ അതിനകത്തുള്ളവർക്ക് ഒന്ന് നോക്കിക്കൂടെ, അതിനകത്ത് ജോലി ചെയ്യുന്നവർക്കൊന്ന് നോക്കാമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം. അല്ലെങ്കിൽ ആ തൂണ് അവിടെ ഇങ്ങനെ വരിവരിയാ വെച്ചിട്ട് എന്തോന്ന് ഫലം. വെറുതെ തൂണ് ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തൊട്ട് വെച്ചിരിക്കുന്നത് കുഴി പോലും ഇല്ല. ഇങ്ങനെ മീതയിലും മാന്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കുട്ടി വന്ന് ഇങ്ങനെ പിടിച്ച് അത് വന്ന് അതിൻ്റെ മണ്ടയിൽ കൂടെ വീണ്. 4 വയസ്സല്ലേ ആയുള്ളൂ. നോക്കുമ്പോൾ അത് ദ്രവിച്ചിരിപ്പുണ്ട്. എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം കിട്ടിയ ഒരു മോനായിരുന്നു, ഒരു പൊന്നുമോൻ. ഈ ഒരു മോനെ ഉള്ളായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഒരു പൊന്നുമോനായിരുന്നു. ആ പൊന്നുമോൻ നഷ്ടപ്പെട്ട്. അച്ഛൻ വിദേശത്തായിരുന്നു. വന്ന് കിടന്ന് കരച്ചില്. അച്ഛനില്ലായിരുന്നെന്ന് തോന്നണം ആ സമയത്ത് പോവാനായിട്ട്. അതേനി അച്ഛനും കൂടെയാണോ എന്തോ. അച്ഛൻ ഇപ്പം വന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ മൃതശരീരം ഇന്ന് സംസ്കരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ അച്ഛനൊക്കെ വന്ന് കിടന്ന് കണ്ട അമ്മയൊക്കെ കരയാണ്. എഴീരുമോനെ അപ്പു, എഴീരുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുക്കുട്ടാന്നാണ് വിളിക്കണത്. കണ്ണ് തുറക്കട മോനെ എന്ന് പറയുന്നത്. അതിൻ്റെ സ്കൂളിൽ UKG-യിലാണ് കുട്ടി പഠിക്കണത്. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊക്കെ കിടന്ന് കരയണത്. സത്യം തന്നെ സങ്കടത്തോടു കൂടിയേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ആ കാഴ്ച കൊച്ചടിയിലായിരിക്കും തൂണ് മണ്ടയിൽ വിട്ടു. ഞങ്ങൾ വന്ന് ഞാൻ എൻ്റെ വണ്ടി വിളിച്ചാൽ വന്നു. എൻ്റെ കൂട്ടുകാരനോ അപ്പോൾ അവർ ഫാമിലി എല്ലാം കൂടെ വന്നു. കുഞ്ഞിൻ്റെ അമ്മയാണ്. കുഞ്ഞിൻ്റെ തള്ള അവിടെ മാറി ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് അന്വേഷിച്ചു തള്ള എടുത്തോട്ട് പോയി. ആ സൈഡിലൊരു കോൺക്രീറ്റ് തൂണുണ്ടായിരുന്നു. 2-3 ഉണ്ട്. ആ തൂണെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചോടിങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇന്നപ്പോഴത്തേക്ക് തൂണ് പിടിച്ച് പോരുന്നു. കുഞ്ഞിൻ്റെ തലയെ വന്ന് വീണു. അപ്പോഴേ കൊച്ചിൻ്റെ തള്ളയുടെ ഫോൺ കളർ കുഞ്ഞിന് എൻ്റെ മോനൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് കുറേ അങ്ങ് പോയി. ഒരുപാട് ബ്ലഡ് പോയി. ഇവിടെ കുറേ മുറിവായി. അപ്പോഴേ കുഞ്ഞിൻ്റെ ബോധം അങ്ങ് പോയി. അങ്ങനെ ഓടി അവിടെ കിടന്ന് ഒരുപാട്. ഈ പെൺകുട്ടി പറയണ് അമ്മ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നു. നേരത്തെ ഒന്നിൽ പറയാനായിട്ട് വേറെ ആരുമാണ് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നത്. അമ്മ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് മോൻ പോയി പോസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. പലതും പല ഇതാണ് പറയണത്. എന്തായാലും ആ കുട്ടി മരണപ്പെട്ടു. ഒരു മോനെ ഉണ്ടാക്കി. വല്ലാത്തൊരു സങ്കട കടലി തന്നെ അവിടെ കാണേണ്ട. ഇത് വിളിച്ചിട്ട് ആരെയും കൂടെ വന്നവരൊക്കെ അങ്ങ് അകലെ നിന്നേത് ഓടി. പിന്നെ അവരുടെ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് കയറ്റിയത്. കോന്നി ആനക്കൂട്ടിലെ 3D തിയേറ്ററിന് മുൻവശത്ത് മുൻപ് വേലിക്കല്ലായി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് തൂണുകളിൽ ഒന്നാണ് തകർന്ന് കുഞ്ഞിൻ്റെ മുകളിലേക്ക് വീണത്. അങ്ങനെ കുഞ്ഞ് ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ കുഞ്ഞിൻ്റെ ബോധം പരിപൂർണമായി നഷ്ടപ്പെട്ടു. കാരണം തലയ്ക്ക് കാര്യമായി പരിക്കേൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 10 വർഷം മുൻപാണ് ഇവിടെ കോമ്പൗണ്ടിൻ്റെ അതിര് തിരിച്ചു. പിന്നെ ബോധം പോവില്ലേ. കോൺക്രീറ്റ് തൂണെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഈ കമ്പിവേലിയൊക്കെ വെക്കാനായിട്ട് തൂണുകൾ കുഴിച്ചിടൂലേ. എന്തുമാത്രം വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊന്നും വെയിറ്റുള്ള സാധനമാണ് ആ കുട്ടിയുടെ. 4 വയസ്സല്ലേ ഉള്ളൂ, പിഞ്ച് കുഞ്ഞല്ലേ. അതിൻ്റെ മണ്ടയിൽ വീണ കാലിലാങ്ങാനും ആയിരുന്നെങ്കിലും വേണ്ടൂലായിരുന്നു. ഒരു ഒടിവാ ചതവാണെങ്കിൽ സഹിക്കായിരുന്നു.
പൊന്നുമോൻ്റെ ജീവൻ പോയി. വേറെ ഒരെണ്ണം പോലും ആ വീട്ടിലില്ല. എന്താ വിദേശത്തായിരുന്നു ഇപ്പം വന്ന്. ആ കരച്ചിലൊന്നും നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വേദന ഉളവാക്കണ സംഭവമാണ് അവിടെ നടക്കുന്നത്. ആ കുട്ടീൻ്റെ മൃതശരീരത്തിൽ കിടന്ന ആ അമ്മയൊക്കെ അലമുറയിട്ട് കരയണ കണ്ട നമ്മളെ കൊണ്ട് പറ്റൂല. ആ കരച്ചിലൊന്നും നമ്മളെ കൊണ്ട് കണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആ കരച്ചിൽ. ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണം. അത് എല്ലാ പ്രാവശ്യവും എല്ലാവരും പറയണ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം.